ഞാൻ ചുരുക്കി പറയാം കേട്ടോ. ഈ മുട്ടുവേദന നമുക്ക് എല്ലാവർക്കും ഒരു ജീവിതശൈലി രോഗമായിട്ട് മാറിയിരിക്കുന്ന ഈ സമയത്ത് ഞാനും അതിലൂടെ അനുഭവിച്ച ഒരു വ്യക്തിയാണ്. എൻ്റെ മുട്ടുകാല് മാറ്റി വെക്കണമെന്ന് ഡോക്ടർ പറഞ്ഞു. അങ്ങനെ ഞാൻ ആരെല്ലാം പറഞ്ഞിട്ട് ഞാനത് സമ്മതിക്കാതെ എൻ്റെ ഒരു കൂട്ടുകാരിയുടെ നിർദ്ദേശപ്രകാരം 3 മാസക്കാലം കട്ടിലേന്ന് അനങ്ങാൻ പറ്റില്ല. ഒരാളുടെ സഹായം ഇല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങാനൊന്നും എനിക്ക് പറ്റില്ലായിരുന്നു. എൻ്റെ ഒരു കൂട്ടുകാരിയുടെ ഇത് അഭിപ്രായം മാനിച്ചിട്ട് ഞാനൊരു ആയുർവേദ ഡോക്ടറുടെ ട്രീറ്റ്മെൻറ്റ്, ഗവൺമെൻറ് ഹോസ്പിറ്റൽ ആയുർവേദ ഡോക്ടറിൻ്റെ ട്രീറ്റ്മെൻറ്റിൽ ഒരു 3 ആഴ്ച കഴിഞ്ഞപ്പോൾ ഞാൻ നടക്കാൻ തുടങ്ങി, ഓടാൻ തുടങ്ങി, ചാടാൻ തുടങ്ങി. പുള്ളിയെന്ന് പറയാൻ പറ്റില്ല, ഡോക്ടർ പറഞ്ഞത് നീരാണ് ഇതിൻ്റെ മെയിൻ പ്രശ്നം, മുട്ടുകാല് മാറ്റി വയ്ക്കണ്ട. എന്നിട്ട് ഞാൻ ആ മരുന്ന് കഴിച്ചു. എൻ്റെ അസുഖങ്ങളെല്ലാം മാറി. ഇത് മറ്റുള്ളവർക്കത് ഒരു ഉപകാരപ്പെടുമെങ്കിലും ഉപകാരപ്പെട്ടോട്ടെ. ഞാൻ അലോപ്പതീനെ നിഷേധിക്കുമെന്നല്ല കേട്ടോ. അപ്പം അതിന് ശേഷം ഞാൻ എക്സസൈസ് ചെയ്ത് എല്ലാം ചെയ്ത് ഇപ്പം ഞാൻ സാധാരണ പോലെ മുട്ടുകാല് മാറ്റി പൊക്കി ഇങ്ങനെ നടക്കും, എക്സസൈസ് ചെയ്യും, ആടും ചാടും, അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടക്കും. ഇപ്പം എനിക്ക് ആരുടെയും സഹായം ഇല്ലാതെ, എത്ര നാളത്തേക്കാണെന്ന് അറിയില്ല, എന്നാലും ഞാനിപ്പോൾ ഒരു 6-7 മാസമായിട്ട് ഒരു കുഴപ്പമില്ലാതെ ഇങ്ങനെ നടക്കണം. അപ്പോൾ കാളെ പറ്റുന്നിടത്ത് ആരും കയറെടുക്കല്ലേ. നല്ലൊരു ഡോക്ടറെ കണ്ട് ആയുർവേദ ഡോക്ടറിൻ്റെ തീരുമാനപ്രകാരം നിങ്ങളുടെ ഡിസിഷൻ എടുക്കുക കേട്ടോ.